പെരുമ്പടവം ശ്രീധരൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ. അതിനകത്തൊരു വാചകമുണ്ട്, സ്നേഹം കൊണ്ടുണ്ടായ മുറിവ് സ്നേഹം കൊണ്ട് മാത്രമാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രണയം എന്ന് പറയുന്നത് ഒരു അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് കിടന്നുകൊണ്ട് ഒരാൾ കിടന്നുകൊണ്ട് വേദനകളും ഒരുപാടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ പ്രണയത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് സർവൈവ് ചെയ്യാണ്ട് നോക്കുമായിരിക്കാം. അതുമല്ലേ ഒരു ബ്രേക്കപ്പിനെ സർവൈവ് ചെയ്ത് ലൈഫിലിപ്പോൾ മുമ്പോട്ട് പോകുന്ന ആളായിരിക്കാം. ഈ കാലത്ത് ഞാൻ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിരിക്കുന്ന ഏറ്റവും അശ്ലീലമായ ഒരു പദം തേപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ അത് ആവശ്യത്തിന് അനാവശ്യത്തിന് ഇപ്പോൾ സ്റ്റൈലിന് അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ പ്രണയിച്ചിട്ട് അതിനിപ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചേക്കാം. അതിപ്പോൾ ഒരാൾ പറ്റിച്ചിട്ട് പോയതായിരിക്കാം, അതുപോലെ മറ്റു വല്ല കാലം കൊണ്ട് ബ്രേക്കപ്പ് ആയതായിരിക്കാം. ആ ഒരു ബ്രേക്കപ്പിനെ വെറുതെ തേപ്പ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എനിക്ക് നാട്ടിലൊരു കസിൻ ബ്രദറുണ്ട്. ആ കസിൻ ബ്രദർ 2 വർഷം മുമ്പ് BCom ഫൈനൽ ഇയറിന് പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വെക്കേഷൻ ആയിരുന്നു. വെക്കേഷൻ്റെ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോയി നിൽക്കും. അപ്പോൾ നാട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ വെക്കാറ് എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഈ ചേട്ടൻ്റെ പുറത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം ഞങ്ങൾക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം രാവിലെ ചേട്ടൻ പുറത്ത് പോയിട്ട് പിന്നെ വൈകിട്ടായിരുന്നു വന്ന്. അപ്പോൾ വൈകിട്ട് വന്ന് ചേട്ടൻ വീട്ടിൽ കയറിയപ്പോൾ ചേട്ടൻ്റെ മുഖത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ചേട്ടൻ റൂമിലേക്ക് പോയി. അന്ന് ആദ്യമായിട്ട് ഞാൻ ചേട്ടൻ്റെ മുഖം നല്ലപോലെ സങ്കടപ്പെട്ട് കണ്ടു. കണ്ണൊക്കെ നിറഞ്ഞ് ചുമന്ന് വല്ലാണ്ടായിരിക്കുമായിരുന്നു. ഒരു പെണ്ണ് കരയാനായിട്ട് 1000 കാരണങ്ങളാണ്, പക്ഷെ ഒരാണ് കരയാനായിട്ട് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ഒരു പെണ്ണ് തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചേട്ടനെ വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരും. വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു. ഞാനും ചേട്ടനും ഭയങ്കര ഓപ്പണാണ്, ഒരു സീക്രറ്റ്സ് ഒന്നും നോക്കിയില്ല. അപ്പോൾ ചേട്ടൻ പറയാൻ വേണ്ടി പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ചേട്ടനും വേറൊരു ചേച്ചിയായിട്ട് 4 വർഷം പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നു. ആൾ ലണ്ടനിൽ നിന്നാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടും. ചേച്ചി നോക്കിയിട്ട് അതേ നല്ലൊരു ബന്ധമാണ്, ചേച്ചിയുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടൻ്റെ കൂടെ നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, ഒരുപാട് ഫ്രീ ആയിട്ടിരിക്കാനും പറ്റില്ല, ഒരുപാട് വർക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചേച്ചി എന്താ നോക്കിയിട്ട് ചേച്ചിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ആ ഒരു ബന്ധമായിരുന്നു. അപ്പോൾ ചേച്ചി വന്ന് ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈസി ആയിട്ട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ചേച്ചി പോയി. ഇതൊക്കെ കേട്ടതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ലൈഫ് ഇവിടെ വെച്ച് തീരുന്നില്ല, ലൈഫ് ഇനിയുണ്ട് മുമ്പോട്ട് പോകാനായിട്ട്. ഈ ഒരു ബ്രേക്കപ്പ് ചിലപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഈ ഒരു ബ്രേക്കപ്പ് കൊണ്ട് ചേട്ടന് ഒരു കാര്യം മനസ്സിലായില്ല, ചേട്ടനേക്കാളും കൂടുതൽ ചേട്ടൻ കൊടുക്കുന്ന ലക്ഷറി ലൈഫാണ് ആ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നത്, അല്ലാണ്ട് ചേട്ടനെ അല്ല. ഒരു പക്ഷേ നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ കിടന്നു പോകണേ, നിങ്ങളടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എവ്രി ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്ന് വെച്ചാൽ എല്ലാ ബ്രേക്കപ്പും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അതിനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ നേരിടാം. നോർമലി ആണുങ്ങളെ പറ്റി പറഞ്ഞ് കേട്ടിരിക്കുന്നത് വെള്ളം അടിച്ച് സ്ലോഗ് അടിച്ച് നടക്കുന്നതാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. പിന്നെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ് കേട്ടിരിക്കുന്നത് അവരെല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് ആരുടെ അടുത്ത് സംസാരിക്കേണ്ട ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ലൈഫ് മൊത്തം ഇങ്ങനെ കണ്ടിന്യൂ ആണ്. എന്നാൽ ടോട്ടലി ഒരു ഐസൊലേറ്റഡ് രീതിയിൽ സ്വയം പണിഷ് ചെയ്ത് ഒരു ജീവിതം തടവരയിലാക്കി നടക്കുക എന്ന് പറഞ്ഞാണ് കേട്ടിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ വേ, സ്വയം പണിഷ് ചെയ്ത് നടക്കുക. 2ാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ആ പെയിൻ എങ്ങനെ കൺവേർട്ട് ചെയ്ത് അത് സക്സസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്ലൂട്ടിന് എങ്ങനെയാണ് നമ്മൾ മ്യൂസിക് കേൾക്കുന്നത്? ഒരു മുളം ദ്വണ്ടിൽ നമ്മൾ ദ്വാരങ്ങൾ വെക്കുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ മ്യൂസിക് കേൾക്കുന്നത്. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രോസസ്സ്. അതിൽ നിന്ന് കുത്തി എടുക്കുമ്പോൾ അതിന് നല്ലപോലെ വേദന എടുക്കും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, ആ മ്യൂസിക്, അത് വളരെ മനോഹരമാണ്. പിന്നെ ഒരു ശില്പി എങ്ങനെ ഉണ്ടാകുന്നത്? കരിങ്കല്ലിൽ നിന്ന് അത് ചെത്തി ഇളക്കിയതിന് ശേഷമാണ് അതിൽ നിന്നൊരു മനോഹരമായിട്ടുള്ള ശില്പി ഉണ്ടാകുന്നത്. ആ ചെത്തി ഇളക്കുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ തന്നെയാണ് ഒരു ബ്രേക്കപ്പും. സ്റ്റാർട്ടിങ്ങിൽ അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ബ്രേക്കപ്പ് കാരണമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായത്. നിങ്ങളിപ്പോൾ വരച്ചിരുന്ന ആളാണെങ്കിൽ പിന്നെ വീണ്ടും വരയ്ക്കാൻ വേണ്ടി നമുക്ക്, അതേപോലെ മ്യൂസിക് പ്ലേ ചെയ്ത ആളാണെങ്കിൽ വീണ്ടും മ്യൂസിക്കിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ ഇതും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു നല്ലപോലെ ബെനിഫിറ്റ് കിട്ടും, അത് ഉറപ്പാണ്. ഇനി അഥവാ നിങ്ങൾക്ക് പ്രണയത്തിലാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ, ആരെയും വഞ്ചിക്കരുത് സ്നേഹത്തിൻ്റെ പേരിൽ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലാണോ, സ്നേഹങ്ങളുണ്ടായ മുറിവ് സ്നേഹം കൊണ്ട് മാത്രമാണ് ഉള്ളത്. എല്ലാവർക്കും ഒന്നും ആ സ്നേഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ബ്രേക്കപ്പ് അത് എല്ലാവർക്കും നടക്കുന്നതാണ്. അതിനെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന്, നമ്മൾ സ്വയം പണിഷ് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ 2ാമത് ആ പെയിൻ കൺവേർട്ട് ചെയ്ത് ഒരു സക്സസിൻ്റെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. ഞാൻ അധികം പറഞ്ഞ് ബോറടിക്കുന്നില്ല. ബ്രേക്കപ്പ് എല്ലാവരുടെ ലൈഫിൽ നാച്ചുറലാണ്, പക്ഷേ അതിനെ സൂപ്പർ നാച്ചുറൽ ആക്കുന്നത് നമ്മൾ